അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഞാൻ ഇവരെ ചെയ്താലും ഇവരെന്നെ ചെയ്താലും ഇവർക്കേ വേദന പറ്റുള്ളൂ. ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ 2-3 വീഡിയോയുടെ താഴെയായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കമന്റ് ആയിരുന്നു ഇയർ പുള്ളിങ് ചലഞ്ച് ചെയ്യുമെന്നുള്ളത്. അപ്പൊ എന്താ ഇയർ പുള്ളിങ് ചലഞ്ച് നമുക്ക് 3 പേർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറെ പേര് ചെയ്തിട്ടുള്ളത് കണ്ടു. അപ്പോൾ എന്തായാലും ഇന്നത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ഇയർ പുള്ളിങ് ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. അപ്പൊ നമ്മൾ ടൈമർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ആരാണോ ഏറ്റവും കൂടുതൽ സമയം ചെവി പിടിച്ചിട്ട് വേദന സഹിച്ചിട്ട് നിൽക്കുന്നത് അവര് ജയിക്കും. ജയിച്ചവർക്ക് ബിരിയാണി എപ്പോഴെങ്കിലും എന്റെ വക ഒരു ബിരിയാണി. ഇന്ന് മാഗി ആക്കി കൊടുക്കും അവർക്ക്. ഞാൻ ടൈമർ ഓൺ ആക്കും. എന്റെ ഇഷ്ടല്ലേ ഓണാക്കിയിട്ടുണ്ട്. ഒച്ചാക്കല്ലേ, ഒച്ചാക്കാണ്ട് വേദന സഹിച്ച് നിൽക്കണം. അതാണ് ഞാൻ തരുന്ന ചലഞ്ച്. കഴിഞ്ഞോ? കുറച്ച് കൂടിപ്പോയി. അയ്യേ, അവര് മതീന്ന് വന്നവരാക്കണം. ഇങ്ങനെ വേദന സഹിക്കണം. മതീന്ന് എനിക്കൊരു കാര്യം പറയാനില്ലേ, എന്നെ വേദനിപ്പിക്കാം. ഫസ്റ്റ് ദേവിക്കണം. ഇങ്ങോട്ട് നിൽക്കണേ. ഓക്കെ, ടൈമർ ഓണാക്കി സമയമുണ്ട്. ഇവരൊന്നും തൊട്ടാൽ തന്നെ വേദന. മനുഷ്യന്മാരാണ് എല്ലാവരും. പക്ഷെ ഞാൻ പറഞ്ഞാൽ തൊട്ടാലൊന്നും അങ്ങനെ വേദനത്തില്ല. അങ്ങനെയല്ല, പുറത്ത് മഴ കാരണം സൗണ്ട് കിട്ടൂല. അയ്യോ, മനസ്സിലല്ല. എങ്ങനെ 34 സെക്കൻഡാ? 14 സെക്കൻഡ്. ഞാൻ വിളിക്കോളാം. ഇനി അടുത്ത തീപ്പളം. ആ പല്ലിപ്പ് പൊട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞാണ് പുറത്ത് മഴ കാരണം സൗണ്ട് കിട്ടൂല. ഹലോ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുറത്ത് മഴയുടെ സൗണ്ട് നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ കല്ലൂസ് ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതുവരെ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.